അന്തരിച്ച പ്രശസ്ത ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസിൻ്റെ സംസ്കാര ചടങ്ങുകൾ കോട്ടയത്ത് ആരംഭിച്ചു. കോട്ടയം ഉഴവൂരിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം സംസ്കാരത്തിനായി മൃതദേഹം എറണാകുളത്തേക്ക് കൊണ്ടുപോകുമെന്ന് അറിയുന്നു. ടോബി ജോൺസൺ അവിടെയുണ്ട്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി പറയൂ. Party, and that is Federal Party attack. So, up. Federal Party, face it, up. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചെയ്യുന്നു. ടോബി, വിവരങ്ങൾ പറയൂ. സംസ്കാര ചടങ്ങിന്റെ ശുശ്രൂഷകളെല്ലാം തന്നെ രാവിലെ ഉഴവൂരിലെ വീട്ടിൽ ആരംഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ നൽകുകയാണ്. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എറണാകുളത്തെ സെന്റ് മാർട്ടിൻ ഡിപ്പോറസ് സേവയ്ക്കൽ പള്ളിയിലാണ്. അത് 12 മണിക്കാണ്. അപ്പോൾ അതിന് മുന്നോടിയായി ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ച് പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയത്തു നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മൊത്തം അഭിമാനമായിട്ടുള്ള ഒരു ദ്രോണാചാര്യൻ അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹം ഒഴിച്ചിട്ട് പോകുന്ന കസേര ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വലിയ നഷ്ടം, ഇന്ത്യൻ കായിക മേഖലയ്ക്ക് വലിയ തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 19 വർഷക്കാലം ഇന്ത്യയിലെ ഷൂട്ടിംഗ് വിഭാഗത്തിനെ പരിശീലിപ്പിച്ച അദ്ദേഹത്തിലൂടെ വലിയ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും ഒളിമ്പിക് സ്വർണ്ണമടക്കം ഇന്ത്യക്ക് നേടിത്തരുന്നത് നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം ഈ നാടിന് മാത്രമല്ല കേരളത്തിനും രാജ്യത്തിനും തന്നെ വലിയ നഷ്ടമാണ്. ഇത്തരം സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്.